Good evening, Mrs. Prabha Narendran. Okay. Hello, Prem Krishna. I am Narendran, and this is Mrs. Prabha Narendran. Prem, Prem Krishnan. It's a warning. പണിക്കരുടെ വീട്ടിൽ പോകരുത്, പ്രഭയെ കാണരുത്. എന്തു പറഞ്ഞു? ഓക്കെ. ഞാനൊരൊറ്റ കാര്യവും ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ പറയില്ല. ഒന്നോർത്തുള്ളൂ, എല്ലാം ഭംഗിയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
കലമ്പുകൾ മാത്രം സൃഷ്ടിച്ചിട്ടുള്ള കൊട്ടാരക്കര സുഭദ്ര തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന പുണ്യപുരാതന നാടകീയ നൃത്തശില്പം രചനയും സംവിധാനവും വക്കം ഷക്കീർ. ചെയ്തു തരാന്ന് പറഞ്ഞിരുന്നതാണ്, അവസാനം വന്നില്ല, ഞങ്ങൾ തന്നെ ഒപ്പിച്ച്. രംഗപടം ആർട്ടിസ്റ്റ് സുജാതന്റെ വീടിനടുത്തുള്ള ഒരു പാവപ്പെട്ട പയ്യൻ. ഈ നൃത്തശില്പത്തിൽ അണിനിരക്കുന്ന കഥാപാത്രങ്ങളും വേഷപ്പെടുന്നവരും നിഗംപുല, ജമീല, ജമീല, നിഗംപുല, നിഗംപുലയുടെ അനിയത്തി, ജമീലയുടെ ചേച്ചി, ജമീലയുടെ ചേച്ചി, നിഗംപുലയുടെ അനുജത്തി, കോമാളിവർമ്മൻ, ജഗന്നാഥവർമ്മൻ, ജഗന്നാഥവർമ്മൻ, കോമാളിവർമ്മൻ, ഭടൻ, ഒരു നടൻ, മേക്കപ്പ്, ചാക്കപ്പൻ, ചാക്കപ്പനാണി, മേക്കപ്പ്, ഗതാഗതം, ഗംഗാധരൻ ചേട്ടന്റെ ഡംഭോ. രംഗമൊരുക്കുന്നത് സുധീഷ്, ഗിരീഷ്, രമേശ്, ഞാനുണ്ട്, ധവനും ഫിനീഷ്. ഈ പരിസര പ്രദേശങ്ങളിൽ ഈ നൃത്തശില്പം ബുക്ക് ചെയ്യുന്നതിന് സുഭദ്രയുമായി കമ്മറ്റിക്കാർ നേരിട്ട് ബന്ധപ്പെടുക. ഫോൺ 222-222-222. മൊബൈൽ ഫോൺ. ഉടനെ എടുക്കുന്നു പറയുന്ന കേട്ട് എടുക്കുമായിരിക്കും. ഒരു പ്രത്യേക അറിയിപ്പ്. നാടകവണ്ടിയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന KL7 1710 വെള്ള അംബാസിഡർ കാർ അവിടെ നിന്നും എത്രയും വേഗം മാറ്റേണ്ടതാണ്. കാരണം ഞങ്ങളുടെ നാടക ട്രൂപ്പിലെ വണ്ടി എപ്പോൾ എടുക്കുമെന്ന് പറയാൻ പറ്റുകയില്ല. തികച്ചും ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. എന്ത്? ഇബ്രാഹിമുനി മഹാരാജാവായി അഭിനയിക്കുന്ന കുട്ടപ്പന്റെ വീട്ടിൽ ഒരു ബെഡ് കോഫി തരാൻ ഇവിടെ ആരുമില്ലേ? എന്ത്? ഇബ്രാഹിമുനി മഹാരാജാവായി അഭിനയിക്കുന്ന കുട്ടപ്പന് രാവിലെ ബെഡ് കോഫിക്ക് പകരം മധുരമില്ലാത്ത കട്ടൻ കാപ്പിയോ? സാധ്യമല്ല. എടോ മനുഷ്യ, ചായക്ക് മധുരം വേണമെങ്കിലേ പഞ്ചാര വേണം. താൻ ഇതൊക്കെ ഊരി കളഞ്ഞിട്ട്. ഏത് ഊരി കളഞ്ഞിട്ട്? ഈ രാജാവിന്റെ വേഷം ഒന്ന് ഊരി വെച്ചിട്ട് നിങ്ങൾ വല്ല പണിക്ക് പോകാൻ നോക്ക്. എന്നാലേ എനിക്ക് പഞ്ചാര അടിക്കാൻ പറ്റത്തുള്ളൂ. എന്ത്? നമ്മെ പണിക്ക് പറഞ്ഞു വിട്ടിട്ട് നീ പഞ്ചാര അടിക്കുന്നല്ലേ? ആ പഞ്ചാര അടിയല്ല, പിന്നെ ചായയിൽ പഞ്ചാര അടിക്കുന്ന കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇത്ര അഭിനയ പാഠവുമുള്ള എന്റെ മുഖത്ത് നോക്കി കൂലിപ്പണിക്ക് പോകാനോ? എന്റെ പട്ടി പോകും കൂലിപ്പണിക്ക്. എങ്കിൽ ആ പട്ടിയെ വേഗം ഒന്ന് അടിച്ചു വിട്. എന്തിനാ? അല്ലെങ്കിൽ അത് പട്ടിണി കിടന്ന് ചത്തുപോകും. ഓ മൈ ഡോഗ്. ആ പട്ടിയല്ല, എന്റെ സ്വന്തം കുട്ടി ചത്താലും ഈ ബ്രാഹ്മണി മഹാരാജാവെ അഭിനയിച്ച കുട്ടപ്പൻ കൂലിപ്പണിക്ക് പോണ പ്രശ്നമില്ല. ഇംപോസിബിൾ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റ്. സരളേ കൊല്ലം സരസന്റെ മകള് വെറുതെ കളി പറയാതെ. സരളേ എന്റെ കരളിന്റെ ലിവറെ വെറുതെ കളി പറയാതെ. ഞാനില്ല ഞാനില്ല ഈ വേഷം മൂരാൻ, ഞാനില്ല വേലക്ക് പോകാൻ. എന്നും നീ തനിയെ ജോലി ചെയ്ത് വേണലെന്നെ പോറ്റിടൂ. ഈ മനുഷ്യൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ദൈവമേ, പല രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു ഉണക്ക രാജാവ്. ചേട്ടോ. എന്ത് ചേട്ടനോ? അല്ല പ്രഭോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പറയൂ, എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ഈ വീട്. വീടോ? അല്ല, കൊട്ടാരം. കൊട്ടാരം? ഈ കൊട്ടാരത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റാഞ്ഞിട്ടേ. അല്ല, അടച്ചില്ല. അടച്ചായിരുന്നല്ലോ. അടച്ചില്ലല്ലേ? അടച്ചില്ല. അവരിന്ന് കൊട്ടാരം ജപ്തി ചെയ്യാൻ വരുന്ന ദിവസമാ. എനിക്ക് വയ്യ അവരോട് കുസ്തി പിടിക്കാൻ. അവരെന്റെ അസ്ഥി ഒടിക്കും. നിർത്തു. അതിന് ബാങ്കുകാരുടെ ആവശ്യമില്ല. പിന്നെ ഞാൻ ഒടിക്കും നിന്റെ അസ്ഥി. എന്റെ മകളെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമാ.
ഇവിടെ ജപ്തി ചെയ്യാൻ വരുന്നവന്റെ അസ്ഥി ഞാൻ ഒടിക്കും. ആരാ? ഞാനാ മൂന്നാനാ, അതായത് ബ്രോക്കറാണെന്ന്. ഓ, ബ്രോക്കറായിരുന്നു. നാം ഭയന്നു പോയി. കടന്നു വരൂ. വരൂ, സിംഹാസനത്തിലിരിക്കൂ. എന്ത് സിംഹാസനത്തിലോ? അല്ല, സ്റ്റൂൾ. എന്റെ പൊന്നു കുട്ടപ്പൻ ചേട്ടാ. എന്ത് കുട്ടപ്പൻ ചേട്ടനോ? കുട്ടപ്പ പ്രഭു. കുട്ടപ്പൻ ചേട്ടന്റെ മോക്ക് ഒരു കുട്ടപ്പനായ പയ്യനെ കൊണ്ടാണ് ഈ ബ്രോക്കർ വന്നിരിക്കുന്നത്. എന്നിട്ട് ചെറുക്കനെവിടെ? ചെറുക്കൻ ജീപ്പിലിരിക്കുക. ചെറുക്കൻ എന്താ ജീപ്പ് ഡ്രൈവറാണോ? ചെറുക്കൻ ജീപ്പ് ഡ്രൈവറല്ല, പിന്നെ സ്ഥലം SI ആ. പിന്നെ പയ്യനൊരു കുഴപ്പമുണ്ട്. ഉം. SI ആയതിനു ശേഷം ആരെ കണ്ടാലും കുറ്റവാളിയായിട്ടേ തോന്നത്തുള്ളൂ. മാത്രമല്ല ആരോട് സംസാരിച്ചാലും അവൻ പോലീസ് സ്റ്റൈലിൽ സംസാരിക്കും. അതുകൊണ്ട് ചേട്ടനൊന്ന് സൂക്ഷിച്ചോണം. അത് കുഴപ്പമില്ല. ചെറുക്കൻ എത്രയും പെട്ടെന്ന് വന്ന് നമ്മെ മുഖം കാണിക്കാൻ പറയൂ. സാറേ, ഇതാണ് സാറ് കാണാൻ വന്ന പെണ്ണിന്റെ അച്ഛൻ. ഇങ്ങോട്ട് മാറി നിൽക്കണ റാസ്കൾ. എന്ത് റാസ്കളോ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ചെറുക്കൻ ആരെ കുറ്റവാളിയായിട്ട് തോന്നുമെന്ന്. ചേട്ടനൊന്ന് ക്ഷമിക്കണം. നാം ക്ഷമിച്ചിരിക്കുന്നു. ഐ ആം സാറ്റിസ്ഫൈഡ്. എവിടെയാടാ പെണ്ണിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്ത്? സ്വന്തം മോളെ ഒളിപ്പിച്ചു വെച്ചെന്നോ? ഈശ്വര, നാം എന്തൊക്കെയാണ് കേൾക്കുന്നത്? എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ സങ്കടപ്പെടുന്ന കാര്യമില്ല. ചെറുക്കൻ പോലീസ് സ്റ്റൈലിൽ പെണ്ണിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞതാ. ഓക്കെ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ പെണ്ണിനെ ഒന്ന് വിളിക്ക്. ചെറുക്കനൊന്ന് കാണട്ടെ. മോളെ അരുന്ധതി, അരുന്ധതി, ഇടി അരുന്ധതി, ഇങ്ങോട്ട് വന്നേ. അച്ഛൻ എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം? നാം നിന്നെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. നോ, ഇല്ല ഇല്ല. എന്ത്? അച്ഛൻ എന്നെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ശോ, അതല്ല നാം ഉദ്ദേശിച്ചത്. ഈ നിൽക്കുന്ന ചെറുക്കനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കുമെന്നാണ് നാം ഉദ്ദേശിച്ചത്. അച്ഛാ, ഇങ്ങോട്ട് മാറി നിൽക്കടി. നിന്നെ ഇന്ന് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം. എന്ത് കാണാൻ നിൽക്കുകയാണ് രണ്ടും? കേറിപ്പോടാ. എന്റെ പൊന്നു കുട്ടപ്പ പ്രഭു, പഴയ കാലം പോയി. ചെറുക്കനും പെണ്ണിനും ഒക്കെ എന്തെങ്കിലും സംസാരിക്കാൻ കാണും. അവൻ പോലീസ് സ്റ്റൈലിൽ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ അകത്തു പോകാൻ. അവരെന്തെങ്കിലും സംസാരിക്കട്ടെ. നമ്മളിവിടെ നിന്നാൽ ഈ കല്യാണം ചളവാകും. എന്താടി നിന്റെ പേര്? അരുന്ധതി. അരുന്ധതി? നോ, അരുന്ധതി മേനോൻ. ആട്ടെ, എന്താടി നിന്റെ ജോളിഫിക്കേഷൻ? ജോളിഫിക്കേഷനോ? നീ എത്ര വരെ പഠിച്ചു? പറയാൻ കിടന്ന് ചാകാതെ. 8ാം ക്ലാസ്സിൽ 8 കൊല്ലം പൊട്ടിയ ഞാൻ 10ാം ക്ലാസ് കഷ്ടിച്ച് പാസ്സായി. LLB എടുക്കാനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. അവിടുന്ന് ഡിപ്ലോമ എടുത്ത് പുറത്തു ചാടി. അപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിപ്ലോമ അടിച്ചു മാറ്റിയത് നീയാണല്ലേ? അതെ, ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണത്. അത് ശരി. സത്യവും നീതിയും കാത്തു സൂക്ഷിക്കുന്ന ഒരു സബ് ഇൻസ്പെക്ടർ. അത് തന്നെ, അതാടി ഞാൻ. നിന്നെ നിയമത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കാതെ എനിക്കിനി ഊണില്ല, ഉറക്കമില്ല, കുളിയില്ല, പല്ല് തേപ്പില്ല. അത് വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ഒരു സതീഷോ? സതീഷല്ല, നീ എന്നെ നേരത്തെ എന്തോ വിളിച്ചേ? സബ് ഇൻസ്പെക്ടർ. അത് തന്നെ. അയാളുടെ മുഖത്ത് നോക്കി അവഹേളിച്ചതിന് ശിക്ഷ വേറെ. വാടി ഇവിടെ. നോ, ഡോണ്ട് ടച്ച് മീ. എന്നാ നീ എന്നെ ചീത്ത വിളിച്ചല്ലേ? ഒരു അത് വേണ്ട. ഒരു പാവപ്പെട്ട പോലീസുകാരന്റെ മുഖത്ത് നോക്കി നീ ആദ്യം അവഹേളിച്ചു, പിന്നെ ഇംഗ്ലീഷിൽ ചീത്ത പറഞ്ഞു, പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിപ്ലോമ അടിച്ചു മാറ്റി. ഇതൊന്നും ഒരു പോലീസുകാരൻ ക്ഷമിക്കില്ലടി. ഞാൻ നിന്നെ വെറുതെ വിടില്ല. എന്ത്? എന്റെ മോളെ ഉപദ്രവിക്കുന്നു? സാറേ, എന്താ ഇവിടെ പ്രശ്നം? പെൺകൊച്ചിനെന്തിനാ വെറുതെ ഉപദ്രവിക്കുന്നു? സാറ് പ്രശ്നം എന്താന്ന് പറ. എന്താ പ്രശ്നമെന്നോ? ഇവള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കയറി ഡിപ്ലോമ അടിച്ചു മാറ്റിയവളാണോ? അത് ശരി. അപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കയറി ഡിപ്ലോമ അടിച്ചു മാറ്റിയ പെണ്ണിനെയാണ് എന്റെ സാറിന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കിയത്, അല്ലേടോ? എന്ത്? ഓ മൈ ഗോഡ്, നാം എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? മോളെ, നിനക്കറിയോ
പണ്ട് മാസങ്ങളോളം പട്ടിണി കിടന്ന് നരകിച്ചിട്ടും ഇന്ന് വരെ ഒരു മനുഷ്യന്റെ ഒരു കഷ്ണം ഡിപ്ലോമ ഞാൻ എടുത്തിട്ടില്ല. അച്ഛ ഡിപ്ലോമ വേണ്ട. നിന്റെ ഒരലിയൻ രാമകല് ഗ്രൗണ്ടിൽ കിടന്ന് പട്ടിണി കിടന്ന് ക്രിക്കറ്റ് കളിച്ച് കുരഞ്ഞു കുത്തിയിട്ടും ഒരു കഷ്ണം ഡിപ്ലോമ നീ അവന് കൊടുത്തോ? അച്ഛ ഡിപ്ലോമ വേണ്ട. നിനക്കറിയോ, നീ ഇത്രയും ഡിപ്ലോമ എടുത്ത് ഒറ്റക്കിരുന്ന് തിന്നുമ്പോഴും ഈ വീട്ടിൽ മറ്റുള്ളവർ പട്ടിണിയായിരുന്നു മോളെ, പട്ടിണി. അച്ഛ ഡിപ്ലോമ തിന്നുന്ന സാധനമല്ല. അല്ലേ പിന്നെ? അച്ഛൻ എന്നെ പഠിക്ക കോളേജിൽ മേടിക്കാൻ വിട്ടപ്പോ. പഠിക്കക്കോളെ മേടിക്കാൻ വിട്ടുന്നോ? എന്ത് മേടിക്കാൻ? അതല്ല, മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വിട്ടപ്പോ അവരെനിക്ക് തന്ന സർട്ടിഫിക്കറ്റാ ഡിപ്ലോമ. എന്ത്? എടി, നീ ആദ്യം എന്നോട് പറഞ്ഞു നീ ഇതവിടെ നിന്ന് എടുത്തതാണെന്ന്. രണ്ടാമത് നിന്റെ അച്ഛനോട് പറഞ്ഞു നിനക്ക് ഇതവർ തന്നതാണെന്ന്. ഇനി നീ കോടതിയിൽ പറയും നീ ഇത് എടുത്തിട്ടേ ഇല്ലെന്ന് പറയും. അതുകൊണ്ട് ആരൊക്കെ നിന്നെ വെറുതെ വിട്ടാലും ഈ എന്റെ ദൈവമേ, ഈ പോലീസുകാരൻ നിന്നെ വെറുതെ വിടത്തില്ലടി. വാടി ഇവിടെ. ഇവിടെ വരാൻ. ഞാൻ വരില്ല. ഇവിടെ നിൽക്കടി. നിർത്തടാ. എടാ, നാടകം നിർത്താൻ. നിന്റെയൊക്കെ നാടകത്തിൽ അഭിനയിക്കാൻ ഒരു നടിയെ വേണമെന്ന് പറഞ്ഞ് എൻ്റെ കാല് പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോളെ ഈ നാടകത്തിൽ അഭിനയിക്കാൻ സമ്മതിച്ചത്. എന്നിട്ടൊരു ഡിപ്ലോമയുടെ പേര് പറഞ്ഞ് എൻ്റെ മുന്നിലിട്ട് എൻ്റെ മോളെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഡിപ്ലോമ എന്തെന്നറിയാത്ത നീ ഒന്ന് നാടകം കളിക്കണ്ടടാ. എടി വീട്ടിൽ പോകാൻ. എടി വീട്ടിൽ പോടി അവിടുന്ന്. അച്ഛാ, അതിന് നാടകം തീർന്നിട്ടില്ല. ഒരു നാടകം പോടി വീട്ടിൽ അവിടുന്ന്. ഡാ ഇങ്ങ് വന്നേ, ഇങ്ങോട്ട് വേടാ അവിടുന്ന്. നീയാണോടാ എസ് ഐ? കഴിഞ്ഞ ആഴ്ച വരെ വെല്ലവൻ്റെ തെങ്ങ കയറി തേങ്ങ മൂട്ടിച്ച് നടന്ന നീ ഒരു പോലീസുകാരൻ്റെ ഉടുപ്പിട്ടപ്പോൾ എൻ്റെ മോളെ ഉപദ്രവിക്കുന്നോടാ. പോടാ വീട്ടിൽ. എടാ പോകാൻ. ചേട്ടാ, അതിന് നാടകം തീർന്നിട്ടില്ലെന്ന്. ഒരു നാടകം പോടാ വീട്ടിൽ അവിടുന്ന്. പിന്നെയൊക്കെ നാടകം ഞാൻ കളിപ്പിക്കാം. ഇവിടെ വന്നടാ. നീയൊക്കെ നാടകം കളിച്ചത് മതി. നാടകം തീർന്നെന്ന് പറയടാ. ചേട്ടൻ പറഞ്ഞോ നാടകം തീർന്നെന്ന്? നാടകം തീർന്നെന്ന് പറയാനാ പറഞ്ഞത്. ചേട്ടൻ പറഞ്ഞാ മതി നാടകം തീർന്നെന്ന്. എടാ, നാടകം തീർന്നെന്ന് അങ്ങോട്ട് പറഞ്ഞു. ഇങ്ങോട്ട് വന്ന് പറയടാ അവിടുന്ന്. പ്രിയ കലാശ്രയികളെ, ഞങ്ങൾ ഈ നാടകം ഇവിടെ നിർത്തുക. ഈ നാടകം കളിക്കാൻ ഇവര് സമ്മതിക്കുന്നില്ല. ചേടാ, ഇവ സമ്മതിക്കാനല്ലോ. ഓടാ അവിടുന്ന്.
Goodbye.
ഒന്നാം നില കല്യാണമാണ് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ മാജൽ
പാപ്പാനും